ശ്രീമതി അമ്മു ഔസേപ്പച്ചൻ കൂടി ചേരുന്നുണ്ട്. അമ്മു ഔസേപ്പച്ചൻ, ഇതിപ്പോൾ ഈ മെഗാ ഇവന്റുകളൊക്കെ നടക്കുന്നത്, ഡാൻസിന്റെ മെഗാ ഇവന്റുകൾ ഒക്കെ നടക്കുന്നത് ആദ്യമൊന്നുമല്ല, പല ഇവന്റുകളും എപ്പോഴും നടക്കുന്നതാണ്. പക്ഷെ ഇതിൽ താങ്കൾ തെറ്റ് കാണുന്നുണ്ടോ ഇപ്പോൾ കൊച്ചിയിൽ നടന്ന ഈ ഒരു ഇവന്റ്? അത് നമുക്ക് എനിക്ക് സദർ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻസ് അക്കാഡമിയാണ്. ഞാൻ BA ഭരതനാട്യം കഴിഞ്ഞ് MA ഭരതനാട്യം കഴിഞ്ഞിട്ട് ഡാൻസ് ടീച്ചർ ആവാൻ അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പാഷനേറ്റ് ആയിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആ ഡാൻസിന്റെ വീഡിയോ കണ്ടിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ഒത്തിരിയേറെ വിഷമം തോന്നിപ്പോയി. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇത്രയും ഈ ഒരു ഡാൻസിങ് പ്രൊഫഷനിൽ, ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിറങ്ങി വരുമ്പോൾ നമ്മൾ ശരിക്കും ആഗ്രഹിക്കുന്നത് കല അതിൻ്റെതായിട്ടുള്ള ഒരു ഒതന്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ പഴയ പൂർവികരെ നമ്മളെ പഠിപ്പിച്ച അതേ ശൈലിയിൽ ആ ഒരു പ്യൂരിറ്റിയിൽ 5ാമത്തെ വേദമായിട്ട് എഴുതിയതാണ് നാട്യവേദം. എന്ന് വെച്ചാൽ മനുഷ്യന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിൻ്റെ ഒരു എല്ലാ മൂല്യങ്ങളും ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കണം എന്നാഗ്രഹിച്ച് നമ്മളുടെ ലൈഫിന്റെ ടൈമും എല്ലാം തന്നെ മാറ്റിവെച്ച് നമ്മൾ പഠിപ്പിക്കുവാണ്. അങ്ങനെ പഠിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോ ആർക്കും പറ്റും, ഏത് ചെറിയ കുട്ടിക്കും പറ്റുന്നതാണ് ഭരതനാട്യം. ഇത്രയും വർഷം പാരമ്പര്യമുള്ള ഒരു ശാസ്ത്രീയ നൃത്തം ഇത്രയും സിമ്പിളാണ് ഉള്ളൂ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കളിച്ചാൽ മതി ശാസ്ത്രീയ നൃത്തം എന്ന രീതിയിലേക്ക് മാറുന്നു എന്നാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. അപ്പൊ എനിക്കത് വളരെ നമ്മള് ഇത്രയും വർഷം, എൻ്റെ 4ാമത്തെ വയസ്സിൽ ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയതാണ്. ഞാനൊരു ക്രിസ്ത്യൻ ആണ്. ഒരു കാസ്റ്റിന്റെ കാര്യം പറയുന്നതല്ല, പക്ഷെ ഒരു ക്രിസ്ത്യൻ കുട്ടി ഒരു ഡാൻസർ ആവുമ്പോൾ ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് നമ്മളുടെ കുടുംബത്തിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടന്നാണ് നമ്മൾ ഈ ടീച്ചിങ് ഡാൻസ് ടീച്ചർ എന്നുള്ളൊരു പോസ്റ്റിൽ ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് നമ്മളുടെ ഒരു ഡെഡിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഡാൻസ് അതിനോട് അത്രയേറെ സ്നേഹമുണ്ട് നമുക്ക് ആ ആർട്ട് ഫോമിനോട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വർഷങ്ങളായിട്ട് കൈമാറി കിട്ടിയ ഒരു പാരമ്പര്യമാണ്, ഭാരതത്തിന്റെ ഒരു ശാസ്ത്രീയ നൃത്തമാണ് ഭരതനാട്യം എന്ന് പറയുന്നത്. ഒരു സെമി ക്ലാസിക്കലായിട്ടോ അല്ലെങ്കിൽ പേരില്ലാത്തൊരു നൃത്തമായിട്ട് ഒരു ആർട്ട് ഫോമിനെ പ്രസന്റ് ചെയ്താൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഭരതനാട്യം എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള രീതികൾ നിർബന്ധമായിട്ടും ഉണ്ടാവണം. അത് ആരും തന്നെ അതിൻ്റെ ഒരു മൂല്യം ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നൃത്തത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ എന്നും നമ്മളുടെ പാരന്റ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു ചെറിയ കുട്ടീനെ നമ്മൾ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ അത് ഏത് സിലബസ് ആണ്, എത്ര വർഷം പാരമ്പര്യമുണ്ട്, എങ്ങനെയൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത് എന്ന പല കാര്യങ്ങളും ചിന്തിക്കും. ഒരു നൃത്തത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം ഒരു ബോർഡ് കണ്ട, ഡാൻസിന്റെ ഒരു ബോർഡ് കണ്ട പാരന്റ്സ് അവിടെ കൊണ്ടുവന്ന് ആക്കുന്ന ഒരു കാലഘട്ടം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഈ ഗിന്നസ് റെക്കോർഡിൽ കയറിയ കുട്ടികളെ നാളെ ഒരിക്കൽ ഏറ്റവും ഒരു ചെറിയ കുട്ടി ഒരു ബോർഡ് വെച്ചിട്ട് ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് പഠിച്ച് ഇതിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെക്കാൾ ഏറെ ആ കുട്ടിക്കായിരിക്കും ഒരുപക്ഷെ സ്റ്റുഡൻസിനെ കിട്ടുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്നും പഠിക്കാതെ ഉള്ള ആൾക്കാർക്കും കളിക്കാം, പഠിപ്പിക്കാം എന്നൊരവസ്ഥയിലേക്ക് ഭാരതത്തിന്റെ ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ശാസ്ത്രീയ നൃത്തം മാറുന്നു എന്ന് പറയുന്നത് ശരിയാണ്. താങ്കൾക്ക് സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കലൂരിൽ സംഭവിച്ചത്. ശ്രീ വിനു കിരിയത്ത്, ഇപ്പോൾ